എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. സാധാരണ പറഞ്ഞ പോലെ മുഖം ഉള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. അപ്പോ സംസ്ഥാനത്തെ പ്രിയപ്പെട്ട പ്രധാന മടിയന്മാരെ, മടിച്ചികളെ, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ രാജാവായ രാജമടിയന്റെ പ്രണാമം. അങ്ങനെ തുടങ്ങുന്നതായിരിക്കും ഉചിതം. കാരണം ഈ മടിയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കുള്ള യോഗ്യത, ഞാൻ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ മടിയനാണ് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ പരിപാടിക്ക് നമ്മുടെ വിഷയങ്ങൾ, അതായത് ഒളിമ്പസിന്റെ വിഷയങ്ങളെ കുറിച്ച് പരിചയമുള്ളവർക്ക് അറിയാലോ, അതിന്റെ ഒരു പരപ്പും ആഴവും അവതരിപ്പിക്കാൻ പറ്റിയ ഒരു വേദിയല്ല ഫ്രൈഡേ വിസ്ഡം എന്നുള്ളത് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ലഘുവായിട്ടുള്ള വിഷയങ്ങൾ വേണം എന്നിങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പോ ഈ ഇതിൽ കാണുന്ന പ്രദീപ് എനിക്ക് ഇങ്ങനെ ഒരു വിഷയം അയച്ചു തന്നപ്പോ കൊള്ളാമെന്ന് തോന്നി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി മടിയെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളൊക്കെ നമ്മുടെ സൈറ്റിൽ പോസ്റ്റ് ചെയ്തതൊക്കെ ഞാൻ ഇന്ന് തപ്പി കണ്ടുപിടിച്ചു. അത് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പരിപാടി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ചെറിയ മടിയെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു മടി വന്നപ്പോ എനിക്ക് തോന്നി ഞാനാണ് ഇതിന് ഏറ്റവും യുക്തനായിട്ടുള്ള ആള് മടിയെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോ മടിയെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം അല്ലെ. ഈ നമ്മുടെ കോഴ്സുകളിൽ പങ്കെടുത്ത ആളുകൾ പലരും ഇതിനകത്തുണ്ടാവും. പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കൽ എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പലരും. നീട്ടിവെക്കലിനെ മാറ്റിവെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ PSP എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ തുടക്കം തന്നെ, ആദ്യത്തെ മൊഡ്യൂള് തന്നെ പ്രൊക്രാസ്റ്റിനേഷൻ ആണ്. ഈ മടിയും പ്രൊക്രാസ്റ്റിനേഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ മടി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് ഒരു സംഭവത്തെ ചെയ്യാനുള്ള വിഷമമാണ്, നമ്മുടെ നമ്മളെ തടയുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഉള്ള ഒരു തടസ്സമാണ്. അതേസമയം പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ചെയ്യേണ്ടതാണ്, ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ശരിയാ, പക്ഷെ എന്നാലും നീട്ടിവെക്കാൻ നമുക്ക് തോന്നും. അതാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പൊ മടി എന്ന് പറയുന്ന സാധനം ശരിക്കും തടയുന്നതാണ്, ഒരു വിമുഖതയാണ്. നീട്ടിവെക്കൽ എന്ന് പറയുന്നത് വിമുഖതയല്ല, അത് വേറെ ചില ഒരു മാനസികാവസ്ഥയാണ്. ഈ മടിക്ക് കാരണമാകുന്നത് പലപ്പോഴും ഭയവും നമുക്ക് അതിലുള്ള ബുദ്ധിമുട്ടും ആത്മവിശ്വാസക്കുറവും അതുപോലെ തന്നെ കാര്യങ്ങളെ മാറ്റാനുള്ള ഒരു തരം പ്രതിരോധമൊക്കെയാണ്. എങ്കിൽ ഇപ്പൊ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാനൊരുങ്ങുന്ന സമയത്ത് ഒരാൾ വന്നു, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ കണ്ടു, ആ വഴിക്ക് പോകുക, അല്ലെങ്കിൽ ഇത് നന്നായില്ല, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവണം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് കാര്യങ്ങൾ ചെയ്യായിക, ഇതൊക്കെയാണ് പ്രൊക്രാസ്റ്റിനേഷന് കാരണമായിട്ട് വരുന്നത്. അത് ഇപ്പോ ഈ ഭയം എന്ന് പറയുന്നതിന് നമ്മുടെ വ്യാകുലതകൾ നമുക്ക് കാരണമാകാറുണ്ട്. ഭയം എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് ആ ചെയ്യാനുള്ള കാര്യത്തോട് തന്നെ നമുക്ക് ഒരു പ്രശ്നം തോന്നും. ഇപ്പോ കുളിക്കാൻ വെള്ളം കപ്പിലെടുത്തിട്ട് മേലെ ഒഴിക്കാൻ വരുമ്പോ തണുപ്പാണ്, അയ്യോ ഞാൻ എങ്ങനെ ഒഴിക്കും എന്ന് പറയുന്ന അത്തരം ആ ഒരു ടാസ്കിനോട് തന്നെ മടി തോന്നും. അതാണ് മടി എന്ന് പറയുന്ന സംഭവം. മടി എന്ന് പറയുന്നത് അതിനോടുള്ള ഫിയർ ആണ്. അതിന്റെ അടുത്ത് വരെയൊക്കെ എത്തിയാലും ചെയ്യാൻ മടിക്കുന്നുള്ളതാണ്. കുളിക്കാൻ നമുക്ക് പിന്നെ പോവാം, കുളിയൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാവുന്നതല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതാണ് ഈ നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ സ്വഭാവം. അതിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട് അതിനകത്ത്. അത് ഈ പ്രൊക്രാസ്റ്റിനേഷന്റെ അല്ലെങ്കിൽ നീട്ടിവെക്കലിന് പലപ്പോഴും അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ഇന്ന് കുളിച്ചില്ല, രാവിലെ കുളിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് ഗിൽറ്റൊക്കെ തോന്നും. കുളിക്കാത്തത് കൊണ്ടുള്ള സ്ട്രെസ് ഒക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ വിടൂല, നമ്മൾ വീണ്ടും നീട്ടിവെക്കും. ഇതാണ് ഈ പ്രൊക്രാസ്റ്റിനേഷന്റെ ഒരു വൈകാരിക അവസ്ഥ എന്നുള്ളത്. അപ്പോ നമ്മുടെ ഈ ഒരു മടി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥയെ നമ്മൾ കണക്കാക്കേണ്ടത്? സത്യം പറഞ്ഞാൽ മടി എന്നുള്ളത് ഒരു സഹജമായ സ്വഭാവമാണ്. നമ്മള് ഈ നാട്ടിൻപുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, നാട്ടിൻപുറത്തൂടെ നടന്നു പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ചായക്കടയുടെ മുമ്പിലൊക്കെ കുറച്ചുപേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇല്ലാതെ, പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, അത് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. സത്യത്തിൽ ജീവിതം അത്രയ്ക്കേ ഉള്ളൂ.
ഈ ജീവിതം മുഴുവൻ നമ്മളിപ്പോ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ഇവിടെ മുഴുവൻ മാറ്റിമറിച്ച് കൺസ്യൂമറിസത്തിന്റെ പുതിയ 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 സാധനങ്ങൾ ഉണ്ടാക്കി ലോകത്തെ മുഴുവൻ തിരിച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പാരിസ്ഥിതികമായിട്ടും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനൊന്നും ഇടപെടാതെ ലോകത്തിന് വലിയ മാറ്റമൊന്നും വരുത്താതെ അവനവന് വലിയ മാറ്റം വരുത്താതെ ജീവിക്കുന്ന ജീവിതം തന്നെയാണ് സുഖം. ഞാൻ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോ അത് വളരെ സുഖകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ചില ദൗത്യങ്ങളുണ്ടോ, ചില ദൗത്യങ്ങൾ നമ്മളെ ഇരുത്തൂല. ഇപ്പോ ആധുനിക കാലത്ത് നമുക്കിവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ സ്വത്തും അല്ലെങ്കിൽ കുറെ തോട്ടവും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ജീവിക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചാൽ പണം വേണം, എന്തിനും പണം വേണം. പണം വേണമെങ്കിൽ നമ്മൾ പണത്തിന് വേണ്ടിയുള്ള പണത്തെ ഉത്പാദിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രക്രിയ ചെയ്യണം. അപ്പൊ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ജഡാവസ്ഥയിൽ നിന്നും മാറി പ്രവർത്തന നിരതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ആക്റ്റീവായിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോയാൽ മാത്രമേ ഈ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കുത്തിപ്പിടിച്ചിരുന്ന് കുറ്റിവീടിയും വലിച്ചിട്ടിരിക്കുന്ന പരിപാടി അതങ്ങനെ അത്ര ഒരു സുഖകരമായിരിക്കില്ല. കാരണം നമ്മളെ ഈ ആധുനിക ലോകം, കൺസ്യൂമറിസ്റ്റിക് ലോകം നമ്മളെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ പലപ്പോഴും ഈ മടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സഹജ ഗുണമാണെങ്കിൽ പോലും നമുക്ക് ആ പ്രവർത്തനങ്ങളെ നമ്മൾ പലതവണ ചെയ്തിട്ട് മടിയെ മാറിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ ജോലിക്ക് പോകണം, ജോലിക്ക് പോയാലേ ശമ്പളം കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുള്ളതുകൊണ്ട്, ശമ്പളം കിട്ടിയാലേ പണം കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ജോലിക്ക് പോവുക എന്നുള്ള പ്രക്രിയ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് നമുക്കത് മാറ്റിയെടുക്കാന്നല്ലാതെ യഥാർത്ഥത്തിൽ മടി എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുക, ജഡത്വത്തിലായിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ സഹജ ഗുണമാണ്. ഈ സഹജ ഗുണം എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, നിൽക്കുന്ന ഇടത്ത് അങ്ങനെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ജഡത്വം. ആ ജഡത്വം എന്ന് പറയുന്നതിനെ ചെറുതായിട്ട് ആക്റ്റീവ് ആക്കുന്ന, നമ്മൾ കംഫർട്ടബിൾ. ഇപ്പൊ ഞാനിടത്ത് ഇരിക്കുന്ന സമയത്ത് കുറച്ചു നേരം ഇരിക്കുമ്പോൾ എന്റെ ചന്തി വേദനിക്കുമ്പോൾ ഞാനൊന്ന് ഇളകിയിരിക്കും. പിന്നെ ഞാൻ എന്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വരുന്നൊരവസ്ഥയുണ്ടല്ലോ. ഇത് നമ്മൾ ഗോത്രവർഗ്ഗങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഗ്രാമീണര് ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു പൊതു അവസ്ഥയാണ്. സത്യത്തിൽ അതിന് നിലനിൽപ്പുണ്ട്. അത് അങ്ങനെ പോവുകയാണെങ്കിൽ അത് ലോകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ പ്രകൃതി അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവായ മാത്രമേ ലോകം മുഴുവൻ അനങ്ങുള്ളൂ, ഞാൻ തിരിച്ചാലേ ലോകം മാറുള്ളൂ എന്നൊക്കെയുള്ള നമ്മുടെ ധാരണകളിൽ നിന്നാണ് നമ്മളെ ലോകത്തെ തിരിച്ചു വയ്ക്കാൻ തോന്നുന്നത്. പക്ഷെ ആധുനിക ലോകത്തോട് നമ്മൾ കോമ്പാറ്റബിൾ ആകണമെങ്കിൽ ചിലപ്പോൾ ഓടി നടക്കേണ്ടി വരും. നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടി നടക്കാം, അതിന് കുഴപ്പമില്ല. ആവശ്യങ്ങൾ ഇല്ലാത്തപ്പോൾ നമ്മൾ ഓടി നടക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ പറയുന്നതിൽ ഒരു വല്ലാത്ത ഒരു കോൺഫ്ലിക്റ്റ് തോന്നുന്നുണ്ടാവും. അത് ഭൗതിക വീക്ഷണത്തിന്റെയും ആത്മീയ വീക്ഷണത്തിന്റെയും ഒരു ഇടമുണ്ട്, രണ്ടും തമ്മിൽ ചേരുന്ന ഇടമുണ്ട്. അവിടെ നിന്നിട്ട് വേണം നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ. ഞാൻ സംസാരിക്കുന്നത് എപ്പോഴും ഡീപ് ഇക്കോളജി ആധാരമാക്കിയിട്ടാണ്. ഭൗതികതയും ആത്മീയതയും സമത്തിൽ നിൽക്കുന്ന ഒരു ജീവിത വീക്ഷണമാണ്. അത് മനുഷ്യന്റെ കാര്യത്തിലല്ല, പ്രകൃതിയുടെ കാര്യത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക. അവിടെ വരുമ്പോൾ മനുഷ്യന്റെ ഒരു സഹജ ഗുണമാണ് മടി എന്ന് പറയുന്നത്. ഈ മടി എന്ന് പറയുന്നത് ഒരു രോഗമായി മാറുന്നത് പലപ്പോഴും നമ്മളെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാതെ പോകുമ്പോഴാണ്. അതായത് ലോകത്തെ തകിടം മറിക്കാനുള്ള വിദ്യകൾ ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകുന്നത് മടിയൊന്നുമല്ല. മറ്റുള്ളവരെ മുഴുവൻ ആപ്പിലാക്കുന്ന പരിപാടികൾ ചെയ്യുന്ന അതിനെ നമുക്ക് ചെയ്യാൻ പ്രേരണ വരാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മടിയല്ല. അത് നമുക്ക് കാര്യങ്ങളെ നേരിനെ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ ധാരയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത് വേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, ഒരുതരം ഗ്രാറ്റിഫിക്കേഷനാണ്. ഇത് ഇത്രയും മതി, ഇതിലും അധികം വേണ്ടതില്ല എന്ന രീതിയിൽ നമ്മളെ സ്വയം സംതൃപ്തമാക്കുന്ന ഒരു അവസ്ഥയാണ്. അതല്ല മടി കേട്ടോ. അതായത് എനിക്ക് ഇത്രയും മതി എന്ന് നമ്മൾക്ക് കരുതാൻ കഴിയുന്നത് മടിയല്ല. അത് ശരിക്കും ഒരു എന്താ പറയാ, സെൻസ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അത് മതി. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ചെല്ലേണ്ട ആവശ്യങ്ങൾ വരുന്ന സമയത്ത്, യഥാർത്ഥത്തിൽ നമ്മൾ ചെല്ലേണ്ട ആവശ്യങ്ങളുള്ള സമയത്ത് നമുക്ക് അതിനും അപ്പുറത്തേക്ക് പോകാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇവിടെ നിന്ന് പരിശോധിക്കേണ്ടി വരുന്നത്. അപ്പോ ഈ മടി വരുന്ന ഒരു മേഖലകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാൽ, സാധാരണ ഇപ്പോ ഞാനിവിടെ ഇരുന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കണ്ടല്ലേ, നിങ്ങൾ ആരൊക്കെയോ എവിടെ നോക്കിയോ. ഇപ്പോ PR നാഥൻ ചേട്ടനൊക്കെ ഉണ്ട്. ഇത്രയും വലിയൊരു റൈറ്ററുടെയും ഒരു പ്രഭാഷകന്റെയൊക്കെ മുമ്പിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ മടിക്കേണ്ട കാര്യമാണ്. പക്ഷെ എനിക്ക് മടിയില്ല. മടിക്കാതെ നമുക്ക് സംസാരിക്കാൻ നമുക്ക് കഴിയും. ഇവിടെ എന്റെ സ്റ്റുഡൻസിന് പലർക്കും സ്റ്റേജിൽ കയറുന്ന സംസാരിക്കാന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്. അത് എന്തിനാ മടിക്കുന്നത്? നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത് നമ്മൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്നുള്ളതിൽ എല്ലാവർക്കും പൊതുവേ കാണുന്ന ഒരു പ്രശ്നമാണ് മടി എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒളിമ്പസിന്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നിലപാട് അങ്ങനെ തന്നെയാണ്. ഞാൻ ഇനീഷ്യേറ്റീവ്സ് എടുക്കാറില്ല. എന്നിട്ടോ
എടുക്കാറില്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചാലും ഞാൻ എടുക്കാറുണ്ട്. അത് നമ്മുടെ ജന്മഗുണം. പക്ഷെ സാധാരണ രീതിയിൽ നമുക്ക് ഇനീഷ്യേറ്റീവ്സ് എടുക്കാറില്ല. എടുത്താൽ എന്താ? എടുത്താൽ ഈ സാധനം വിജയിക്കും. വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ലോഡ് വരും. ഇപ്പൊ ഫിയർ ഓഫ് സക്സസ് എന്ന് പറയുന്ന സാധനം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പേടിയാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അത് ഭയങ്കര മടിയായിരിക്കും. തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പുതിയ വഴിക്ക് നമ്മൾ പോകേണ്ടി വരും, അല്ലെ? അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാൻ പേടിയാണ്. സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ പേടിയാണ്. അതുപോലെ തന്നെ ഇപ്പോ മണ്ണില് കിളക്കുക, അല്ലെങ്കിൽ ഇപ്പൊ അമ്മ പറയാണ് മറ്റേ അരകല്ലിന്റെ കുഴവി എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് നമ്മുടെ പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ടായാൽ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് പേടിയാണ്. പേടിയല്ല, മടിയാണ്. പലരും ഭയങ്കര ഹെസിറ്റേഷൻ കാണിക്കാറുണ്ട് ഇതിനൊക്കെ. ഇത് നീട്ടിവെക്കലല്ല, ശരിക്കും നമുക്ക് മടി എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെ വരും. അതില് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്താൽ വിജയിക്കുമോ എന്നുള്ളതാണ്. എന്റെ സുഖം അതല്ല കേട്ടോ. ഞാൻ ചെയ്താൽ വിജയിച്ചു പോയാൽ അടുത്ത സാധനം കൂടെ എന്റെ തലയിൽ വരില്ല എന്നുള്ളൊരു സാധനമാണ്. അത് പ്രൊക്രാസ്റ്റിനേഷന്റെ ഒരു പ്രത്യേക ഭാവമാണ്. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ നമ്മൾ ഈ മടിയുടെ കാരണം എന്ന് പറയുന്നതിന്റെ ഒരു ഏറ്റവും ആദ്യ കാരണമായിട്ട് പറയുന്നത്, ഒന്ന്, ഞാൻ ഇത് ചെയ്താൽ എങ്ങാനും പരാജയപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? പരാജയഭീതി. അതൊരു ഞാൻ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ന്യൂനത വന്നാൽ, ഒരു ചെറിയ കുഴപ്പം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരവസ്ഥ. അത് ചെയ്യാനുള്ള ശേഷി എനിക്കുണ്ടോ എന്നുള്ള അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അത് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുമോ, ഞാൻ അതിന് പറ്റിയ ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് യോഗ്യപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. കോൺഫിഡൻസ് ഇല്ലായിക എന്നുള്ളത് ഒരു വിഷയമാണ്. അതല്ല, ഇനിയിപ്പോ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ആണ്, ഞാൻ പൊതുവേദിയിൽ നിന്ന് സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്ന വിഷയത്തെ സ്വീകരിക്കും, അതോ എനിക്ക് വാചകഘടനയിൽ തെറ്റില്ലാതെ ഭാഷാപരമായിട്ട് കുഴപ്പങ്ങളില്ലാതെ അവതരിപ്പിക്കാൻ കഴിയുമോ? എനിക്ക് കാര്യങ്ങളെ സീക്വൻഷ്യലായിട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയുമോ? അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ഇന്ന ദിവസം സംസാരിച്ചപ്പോൾ ഇന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞു പോയപ്പോൾ ഞാൻ ഇന്ന വഴിയൊക്കെ കടന്നുപോയില്ലേ, ഇങ്ങനെ നമ്മൾ അധികമായിട്ട് വിശകലനം ചെയ്യും. അധികമായിട്ട് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചു കൂട്ടുന്ന സമയത്ത് അയ്യോ ശരിയായില്ലെങ്കിലോ എന്നുള്ള ഭയം തോന്നും. പിന്നെ മാത്രമല്ല, നമ്മൾ ഇരിക്കുന്ന ഒരു ഇടം വിട്ടിട്ട് വേണമല്ലോ ഈ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് വേണ്ടേ ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു മല കയറലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് പോകലാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇരിക്കുന്ന ഇടം വിട്ടിട്ട് വേണ്ടേ. അപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതും പലപ്പോഴും നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഫെമിലിയർ അല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുവാനുള്ള ആ റിലക്റ്റൻസ് ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പൊരിക്കൽ നമ്മൾ ഒരു കാര്യം ചെയ്തു. ഞാൻ ഒരിക്കൽ മുമ്പേ സംസാരിച്ചപ്പോ കേട്ടിരുന്ന ആളുകൾ അതിനെ വിമർശിച്ചു. അവർ കുറെ ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് മറുപടി പറയാൻ പറ്റാതെ പോയി. അതുകൊണ്ട് വയ്യ. അപ്പോ ഇതിനു മുമ്പുണ്ടായ നെഗറ്റീവ് എക്സ്പീരിയൻസസ് എന്നുള്ളത്, ഇപ്പൊ ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്നും എനർജി തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? ഒരു മണിക്കൂർ മുമ്പ് ഇതായിരുന്നില്ല എന്റെ അവസ്ഥ. ഞാനിങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. ലോ എനർജി ഭയങ്കര. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ മൂഡിലേക്ക് വന്നില്ല. നല്ല ചൂടുണ്ട്, പാലക്കാടല്ലേ, ചൂടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ലോ എനർജിയിൽ ഇരിക്കുക. ഈ ലോ എനർജിയിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ലോ എനർജിയിൽ ആയിപ്പോയിട്ടുള്ള എല്ലാവരുടെയും അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ തോന്നില്ല. പിന്നെ ഇതൊന്നും അല്ലാതെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിൽ നിന്ന് എനിക്ക് പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ, അതായത് ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്ന സമയത്ത് അത് ഇന്ന രൂപത്തിലായിരിക്കണം, അത് 1000-ലേറെ പേർ കേട്ടിരിക്കണം, പിന്നെ അതിൽ നിന്നും എനിക്ക് ഇത്ര രൂപ ആദായം കിട്ടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സൊസൈറ്റിയുടെയും സുഹൃത്തുക്കളുടെയും ഫാമിലിയുടെ ഒക്കെ ചില പ്രതീക്ഷകൾ ഉണ്ടെങ്കിലോ, ഈ പ്രതീക്ഷയെ സാധൂകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വരികിൽ ഉറപ്പായിട്ടും വീണ്ടും എനിക്ക് മടിയായി. അപ്പൊ പലപ്പോഴും നമ്മുടെ ആ ഒരു എന്താ പറയാ പരാജയ ഭീതിയോ, അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസമില്ലായ്കയോ, നമ്മൾ അധികമായി ചിന്തിക്കലോ, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ആവുന്നതിനെ കുറിച്ചുള്ള അവസ്ഥയോ, ഇതിനു മുമ്പുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസസിന്റെ അവസ്ഥയോ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രചോദനമില്ലാത്തൊരവസ്ഥ വരിക, അല്ലെങ്കിൽ എനർജി ഇല്ലാത്തൊരവസ്ഥ വരിക, അങ്ങനെയുള്ളതോ, വെളിയിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കുക എന്ന് വെച്ചാൽ അവര് വേറൊരു രീതിയിലുള്ള പ്രതീക്ഷ അവർ വെക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഈ മടി എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പൊ ഇതില് നമുക്ക് ഇതിനെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ കഴിയുക?
അതിജീവിക്കാൻ കഴിയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു 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 തോന്നൽ നമുക്ക് വേണം. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ അവസ്ഥയിൽ നിന്ന് മാറി വേറൊരു വഴിക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. അപ്പോ എന്റെ ഒരു ആ മുൻപോട്ട് പോക്കില് എന്റെ ആ തോൽവിയെ കുറിച്ചുള്ള എന്റെ ഉപബോധ ചിത്രമുണ്ടല്ലോ, ഉപബോധത്തിൽ ഞാനിതിന് പരാജയപ്പെട്ടിട്ടുണ്ട്, പരാജയം എന്നുള്ളത് എനിക്ക് ഭയപ്പാടുണ്ടാക്കുന്നുണ്ട്, വിമർശനങ്ങൾ നേരിടപ്പെടും എന്നൊക്കെ പറയുന്ന അതിനെക്കുറിച്ചുള്ള എന്റെ ചിന്തയെ മാറ്റിവെച്ചിട്ട് ഇല്ല, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, വേറൊരു വഴിക്ക് തിരിഞ്ഞേ പറ്റൂ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മടിയെ അതിജീവിക്കാൻ പറ്റൂ. ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് മടി മാറ്റാൻ കഴിയില്ല. മടി മാറ്റേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു വിചിന്തനം ഇവിടെ ആവശ്യമാണ് കേട്ടോ. ഇപ്പൊ മടിയന്മാര് ഒന്നും ചെയ്യാതിരിക്കുന്നെങ്കിൽ അവർക്ക് ലോകത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകുന്ന ആളുകളാണ്. ഇപ്പൊ ഒരു കമ്പനിയിൽ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളൊരാളെ ജോലിക്ക് നിർത്തി, ആ ജോലിക്ക് നിർത്തിയിരിക്കുന്ന ആള് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണി നടക്കില്ല. കാര്യം ശരിയാ. ഞാൻ ഒരു എൻവയോൺമെന്റലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന അത്രയും സമയം പ്രകൃതിക്കും പരിസ്ഥിതിക്കും ഭൂമിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളത് തിരിച്ചറിവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മടിയെ ഞാൻ അനുകൂലിക്കുകയും പ്രകീർത്തിക്കുകയാണ് ചെയ്യുക. നാട്ടിൻപുറത്ത് ആളുകൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അത്രയും നമ്മൾ ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് ശ്രദ്ധിച്ചോ, ഇവിടെ മലിനമായി കിടന്ന നദികളിൽ കൂടെ ഡോൾഫിനുകൾ ഓടി നടക്കാൻ തുടങ്ങി. പല കിളികളും നമ്മുടെ നാട്ടിലൊക്കെ തിരികെ വന്നു. എന്തുകൊണ്ടാ? ആരും ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട്. അപ്പൊ മടിയിലായിരിക്കുകയാണെങ്കിൽ അത് നാടിന് ഗുണമാണ്, പക്ഷെ വ്യക്തിക്ക് എത്ര ഗുണകരമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മടി മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ പ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള വഴിമാറ്റത്തിന് തയ്യാറാണെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, ഷിഫ്റ്റിംഗ് ഓഫ് മൈൻഡ് സെറ്റ്, പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ആ പാരഡൈം ഷിഫ്റ്റിന് തയ്യാറാകണം. പിന്നെ ഈ പലപ്പോഴും നമുക്കുണ്ടാവുന്ന വെച്ചാൽ ഈ ചെയ്യാൻ പോകുന്ന പണിയുടെ സൈസ് ആലോചിച്ചിട്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. നമ്മള് ഈ പ്രൊക്രാസ്റ്റിനേഷനെ നമ്മളെ മറ്റ് ഇപ്പൊ ശുഭദാമ്പത്യം, അതുപോലെ തന്നെ ഓവർകമ്മിങ് ഫിയർ, ഇമോഷണൽ ഇന്റലിജൻസ് തുടങ്ങിയ പാഠങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടല്ലോ. ഇതിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ട്. ചെയ്യാനുള്ള മൊത്തം പണിയെടുക്കുക. ആ പണിയെടുത്തിട്ട് അതിനെ 5 ഭാഗങ്ങളായിട്ട് മുറിക്കുക. 5 എന്നുള്ളത് 100 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ ടാസ്ക് ആണെങ്കിൽ അതിനനുസരിച്ച്, ചെറിയ ടാസ്ക് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചെറിയ ടാസ്കുകളാകുമ്പോൾ ചെറിയ ടാസ്കുകൾ 5 ആയിട്ട് മുറിച്ചാൽ മതി. മുറിക്കുക, ചെറിയ ഭാഗങ്ങളായിട്ട് മുറിക്കുക. ഈ മൊത്തത്തിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് തലവേദന. ചെറിയൊരു ഭാഗം ചെയ്യാൻ വലിയ തലവേദനയൊന്നും ഉണ്ടല്ല. ചെറിയൊരു ഭാഗം മുറിച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ പറയുന്ന ഒരു നിശ്ചയ സമയത്തിനനുസരിച്ച് അതങ്ങ് ചെയ്തു തീർക്കുക. അപ്പൊ ആ കാര്യം കഴിഞ്ഞു. അതോടുകൂടി നമ്മുടെ ആ ഒരു പ്രശ്നം തീർന്നു. പിന്നെ രണ്ടാമത്തത് അത് സൗകര്യമുള്ളപ്പോൾ ചെയ്താൽ മതി. ഇത് ആർക്കാ പറ്റുകയെന്നറിയോ? മാറണം എന്ന ആഗ്രഹമുള്ളവർക്ക്. മാറണം എന്ന ആഗ്രഹമില്ലാത്തവർക്ക് ഒരു ബ്രേക്ക് ഡൗണും നടക്കില്ല. ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണമല്ലോ. അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോ ഈ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് ഇതിന്റെ ചെറിയ പുലിവാലുകൾ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് അതിന്റെ ഓരോ ബാരിയേഴ്സ് ഇത്ര വരെ എനിക്ക് ചെയ്യാം, അതിനുശേഷം ഇവിടം മുതൽ ഇവിടം വരെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടം മുതൽ ഇവിടം വരെ ചെയ്യാം, അതിനുശേഷം അവിടം മുതൽ അതിന്റെ അടുത്തിടം വരെ ചെയ്യാം എന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇതാണ് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളായിട്ട് മാനേജ് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു വഴി. പിന്നെ എനിക്കിത് ചെയ്തു തീർക്കാൻ പറ്റും, ഞാനിത് ചെയ്യും എന്ന് ഒരു സ്വയം വർത്തമാനം നടത്തുക, ഈ അഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് പറയുന്നത് ഞാനിത് ഫിനിഷ് ചെയ്യും എന്ന് 4 ദിവസം പറഞ്ഞാൽ മതി. ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആത്മഭാഷണം കൊണ്ട് തന്നെ നമ്മുടെ ഉപബോധം അതിനെ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ പറഞ്ഞു കുളവാക്കും. ഈ നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിന് നമ്മൾ തന്നെ തടസ്സം ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ തണുത്ത വെള്ളം തലയിൽ ഒഴിക്കാൻ പേടിച്ചിട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് ഞാനൊക്കെ ചെയ്യുന്ന പരിപാടി എന്തറിയും, ഒരല്പം വെള്ളം എടുത്തൊന്ന് ഒഴിക്കും, ആ തണുപ്പിലേക്ക് ഒന്ന് പോവും. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. ഇപ്പൊ തീ കായാനിരിക്കുകയാണ്, അപ്പൊ ആ ചൂടിനെ അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് പേടിയുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കയ്യെന്ന് കാണിക്കും, ഒന്ന് പതുക്കെ നിന്ന് കാണിച്ച് നമ്മൾ അതിൽ നിന്ന് പരിചയപ്പെടും. നമ്മളെ ഭയപ്പെടുന്ന അതിനകത്തേക്ക് നമ്മളെ ഒന്ന് എക്സ്പോസ് ചെയ്യും. ആ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പതുക്കെ അതിനെ ഫേസ് ചെയ്യാനുള്ള ഭയം അങ്ങ് മാറിക്കിട്ടും. പലപ്പോഴും ഭയമാണല്ലോ നമ്മളെ പിൻവലിക്കുന്നത്, ആ ഭയം മാറിക്കിട്ടും. അങ്ങനെ കൈയിടാൻ പോകുന്ന സമയത്ത് അതെ ഒന്ന് താങ്ങിക്കോണേ, എന്നെ നോക്കിക്കോളണേ എന്ന് നമ്മളെ കൂടെ നിൽക്കുന്ന ആരോടൊരു പറഞ്ഞാല്
ഇപ്പൊ തീ കാണിക്കുന്നതാണെങ്കിൽ ശരി, പബ്ലിക് സ്പീക്കിങ്ങിന്റെ മുമ്പിലാണെങ്കിൽ ശരി, ഇപ്പൊ ഞാൻ സംസാരിക്കാൻ നിങ്ങൾ അവിടെ നിന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ പറയുമ്പോൾ ഒരാളുടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര കാര്യമായി, നമുക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്ത് പറ്റും, ഇങ്ങനെ പറഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ ആ ഫെയിലിയർ ആവുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, നേരെ തിരിച്ചു വെക്കുക. അതിന് അങ്ങനെ എന്നാൽ എന്ത് ചെയ്യുന്നുള്ളതല്ല. ഞാൻ സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ട് സംസാരം നല്ല രീതിയിൽ ഫ്ലൂവന്റ് ആയിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് വലിയൊരു കരഘോഷം ഉണ്ടാവുന്നു, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നു. വന്നിട്ട് ആളുകളെല്ലാം എന്നോട് നന്നായിരുന്നു, വളരെ പ്രചോദനകരമായിരുന്നു ഈ വർത്തമാനം എന്ന് അവർ പറയുന്നതായിട്ട് ഭാവന ചെയ്യും. ഈ മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ് അറിയാമോ? മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള അവന്റെ ശേഷിയാണ്. മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് അവൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ജീവിക്കുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ എത്ര പേർക്ക് മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാൻ കഴിയുമെന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അതവിടെ ഇരിക്കട്ടെ. തൽക്കാലം ഇത്രയും എടുക്കുക. മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള ശേഷിയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ആ ഭാവനാശേഷി പരാജയത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. നമ്മൾ വൃത്തിയായിട്ട് അത് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. നേരെ തിരിച്ചു വെച്ചാൽ മതി. ആ സംഭവത്തെ വിജയകരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഭാവന ചെയ്താൽ മതി. ആ ഭാവനയ്ക്ക് വേണ്ടിയുള്ള ഒരു തിരക്കഥ നമ്മൾ എഴുതി ഉണ്ടാക്കണം. പണ്ടൊരാളോട് ഈ എഴുതുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ അയാള് കുറച്ചു ദിവസമൊക്കെ ആലോചിച്ചിട്ട് പുള്ളിയുടെ ബാർബറ, എന്റെ സുഹൃത്താണ്, ഫിലിം മേക്കറൊക്കെയാണ്. ബാർബറാണ്, ഫിലിം മേക്കറാണ്, ഷോർട്ട് ഫിലിമുകളൊക്കെ ഉണ്ടാക്കും. അപ്പൊ പുള്ളി എന്നോട് ഇങ്ങനെ ചോദിച്ചു, സന്തോഷ്, ഈ അംബാനി, അദാനി ഇങ്ങനെയുള്ളവരൊക്കെ അവർ ദിവസവും വൈകിട്ടും രാവിലെ ഇരുന്നിട്ട് എഴുതിയിട്ടാണ് ഈ കണ്ട കോടികളൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു, ഭഗവാനെ വിട്ടേക്ക്, നിനക്ക് പറ്റിയ പണിയല്ല അത്, നിനക്ക് ഇത് തന്നെയാണ് പറ്റിയ പണിയെന്ന്. ഞാൻ തൊഴിലിനെ ഒരിക്കലും അവമതിച്ചതല്ല, പക്ഷെ ഞാൻ അവനോട് അങ്ങനെയാ പറഞ്ഞത്. കാരണം നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് എഴുതുന്നത്? നമ്മൾ പേപ്പറിൽ നമ്മുടെ പേന കൊണ്ട് നമ്മൾ എഴുതുന്ന സമയത്ത് സത്യത്തിൽ നമ്മുടെ ഉപബോധ ചിത്രത്തിലാണ് നമ്മൾ എഴുതുന്നത്, ഉപബോധത്തിലേക്കാണ് നമ്മൾ എഴുതുന്നത്, നമ്മുടെ മസ്തിഷ്കത്തിലേക്കാണ് നമ്മൾ ആലേഖനം ചെയ്യുന്നത്. അത്തരമൊരു ആലേഖനം നമ്മൾ നടത്തുന്ന സമയത്ത് അത് പിന്നീട് അവിടെ കിടന്നിട്ട് നമ്മൾ എഴുതി വെച്ചാൽ അത് അവിടെ റെക്കോർഡായി പിന്നെ അത് അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പേപ്പറിൽ എഴുതി വെക്കുന്ന സാധനം പേപ്പറിൽ എഴുതുന്നത് നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് രേഖപ്പെടുത്തുകയാണ്. രേഖപ്പെടുത്തുക എന്ന് വെച്ചാൽ അത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ പാകത്തിൽ ആലേഖനം ചെയ്യാണ്, സ്മൃതിയാക്കി മാറ്റുകയാണ്. അങ്ങനെ ഒരു സ്മൃതി ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഉള്ളിൽ കിടക്കുക. അപ്പൊ നമ്മൾ അത്തരത്തിലൊരു തിരക്കഥ ഉണ്ടാക്കിയിട്ട്, തിരക്കഥ എഴുതിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഭാവന ചെയ്യുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു, അവിടെ ചെന്നിട്ട് അയാളെ കാണുന്നു, കണ്ടതിന് ശേഷം ഞാൻ വാതിലിനകത്ത് കയറുന്നു എന്ന് ഞാൻ എഴുതി തയ്യാറാക്കിയിട്ട് ഭാവന ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സീക്വൻസിൽ അങ്ങനെ പോകും. എഴുതി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ പോകുന്നു, എങ്ങനെ ഞാൻ അകത്ത് കിടക്കുന്ന ചിന്തിച്ച തിരിഞ്ഞു കിടക്കുന്നതായിട്ട് ഭാവന ചെയ്താൽ തീർന്നോ? എഴുതി തയ്യാറാക്കി തിരക്കഥയാണ് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. ഏത് കാര്യമാണെങ്കിലും നമ്മൾ ആ എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയ്ക്ക് അനുസരിച്ച് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ആ വിജയത്തെ, ആ ചെയ്തു തീരേണ്ട കാര്യത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ കഴിയും. അത് ശരിക്കും ആ വിജയം എന്നുള്ളതിനെ നമ്മൾ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാം. പിന്നെ പലപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചെയ്യാൻ തീരുമാനിച്ചു, ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്, ചെയ്യൂല. ചെയ്യാൻ തീരുമാനിച്ച ചെയ്യും, അതാണ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരിക്കൽ കൂടെ പറയുന്നു. ചെയ്യാൻ തീരുമാനിച്ച ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. ചെയ്യാൻ തീരുമാനിച്ച ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു സംഭവത്തെ വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൽ നമ്മളുണ്ടാവണം. ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന കാര്യം വിജയിക്കില്ല. ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന കാര്യം ചെയ്യാൻ നമുക്ക് മടിയുമായിരിക്കും. നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പോ നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണെന്നിരിക്കട്ടെ, ബിരിയാണി തിന്നുന്നത് പലവർക്കും വേണ്ടിയിട്ടല്ലോ, അവനവന് വേണ്ടിയിട്ടല്ലേ. അവനവന് വേണ്ടിയിട്ട് ബിരിയാണി തിന്നുമ്പോൾ ബിരിയാണിക്ക് ഒരു ടേസ്റ്റാണ്. നമ്മൾ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ വീട്ടിലേക്ക് നമ്മൾ വയറ് നിറഞ്ഞ് ഹോട്ടലിൽ നിന്നൊക്കെ തിന്ന് വയറ് നിറച്ചിട്ട് വീട്ടിൽ വന്ന് കയറിയ സമയത്ത് അമ്മ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തരുന്നു. അതേ ബിരിയാണി മുമ്പേ പറഞ്ഞ അതേ ബിരിയാണി ഇവിടെ കൊണ്ടു തരുന്നു. അമ്മ തരുന്ന സമയത്ത് വയറ് നിറഞ്ഞിരിക്കുക, നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ തിന്നുമ്പോ എങ്ങനെയുണ്ടാവും? വേണോ? ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. നമ്മൾ പലതും പറയും. നമ്മൾ അതിനകത്ത് നമ്മുടെ മനസ്സിനെ രമിപ്പിക്കാൻ പാകത്തിൽ, രഞ്ജിപ്പിക്കാൻ പാകത്തിലായിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനകത്ത് ചേർന്ന് അതിനെ ശരിയായ രീതിയിൽ സമീപിക്കാൻ കഴിയുള്ളൂ. അപ്പോ നമ്മൾ മൈൻഡ്ഫുൾ ആവണം. നമ്മൾ ഏത് പ്രക്രിയ ചെയ്യണമെങ്കിൽ അതിന് മൈൻഡ്ഫുൾ ആവണം. അതിന് മൈൻഡ്ഫുൾനെസ് നമുക്കറിയണം. ഞാൻ നടക്കുന്ന സമയത്ത് നടത്തത്തിലായിരിക്കാൻ കഴിയണം, കുളിക്കുമ്പോൾ കുളിയിലായിരിക്കാൻ കഴിയണം, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലായിരിക്കാൻ കഴിയണം. എനിക്ക് അതിനെ രഞ്ജിമയോടുകൂടി ചേർത്ത് വായിക്കാൻ അറിയണം.
അതിന് ഞാൻ എന്റെ നാദത്തെ, എന്റെ ആന്തരിക നാദത്തെ, എന്റെ ചുറ്റുമുള്ള പ്രകൃതിയുടെ നാദത്തെ, എന്റെ മഹാഗർഭപാത്രം, ഞാൻ നിൽക്കുന്ന മഹാഗർഭപാത്രമാകുന്ന ഈ പ്രകൃതിയുടെ ആ ഒരു നാദത്തെ തിരിച്ചറിയാൻ എനിക്ക് കഴിയുമ്പോൾ മാത്രമാണ് എനിക്ക് മൈൻഡ്ഫുൾ ആകാൻ കഴിയുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ എനിക്കായിരിക്കാൻ കഴിയുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ അമ്മയുമായിട്ട്, ആ ഉപരിവ്യവസ്ഥയുമായിട്ട് ഞാൻ കണക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അതിനകത്ത് രഞ്ജിച്ചാണ് ഇരിക്കുന്നത്. ആ രഞ്ജിനിയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് മടിയുണ്ടാവില്ല. ഇതൊരു ഒഴുക്കാണ്. ഈ ഒഴുക്കിലൂടെ പോകും. നമ്മള് മറ്റേ കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുന്ന ഒരു അവസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളെ മൊബൈലാണ് കയ്യിലുള്ളത്. മൊബൈലിൽ നോക്കിയിട്ട് കഞ്ഞിയും ചമ്മന്തി, കഞ്ഞിയുടെ ചൂട്, കഞ്ഞിയുടെ രുചി, ചമ്മന്തിയുടെ രുചി, ഇതൊറ്റ സാധനം അറിയില്ല. അതേസമയം ഇത് മാറ്റി വെച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇത് പറയുമ്പോൾ തന്നെ എന്റെ വായു വെള്ളം വരുന്നു. അതിന്റെ ഓരോ തരിയുടെയും രുചി നമ്മളിങ്ങനെ അറിഞ്ഞ് പോലെ അവിടെ മടിക്കെന്ത് സ്ഥാനമാണുള്ളത്. മറ്റേന്ന് വെച്ചാൽ നമ്മളിത് അറിയാതെയാണ് അതിനകത്തേക്ക് പോകുന്നത്. അവിടെ മടി നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് അതിനകത്തേക്ക് പോകാൻ കഴിയുന്ന സമയത്ത് അവിടെ മടിയില്ല. കാരണം നമ്മൾ നമ്മുടെ ഒരു ആവിഷ്കാരത്തിലൂടെയാണ് പോകുന്നത്. എന്ത് ചെയ്യുമ്പോഴും, ഒരു പാട്ട് പാടുമ്പോഴാണെങ്കിലും ശരി, ടോയ്ലറ്റിൽ പോവാൻ പലർക്കും മടിയാ. ടോയ്ലറ്റിൽ പോകുന്നതിന് ഒരു കവിത പോലെ അത് കണ്ടു നോക്കൂ. മലബന്ധമൊന്നും ഇല്ലാതെ വളരെ സുഖകരമായിട്ട് ടോയ്ലറ്റിൽ പോകുന്ന ഒരവസ്ഥ. എന്തൊരു സുഖം! അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയാൽ, അങ്ങനെ നമുക്ക് അതിനകത്ത് മൈൻഡ്ഫുൾ ആയിട്ട് അപ്പിയിടാൻ പറ്റിയാൽ, മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കാൻ പറ്റിയാൽ, മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയാൽ, മൈൻഡ്ഫുൾ ആയിട്ട് ഒരു കാര്യം ഇടപെടാൻ പറ്റിയാൽ, അതിനുള്ള ഒരു ഫാക്കൽറ്റി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ മടി നമ്മളെ ബാധിക്കില്ല. പക്ഷെ അതിന് ആദ്യം വേണ്ടെന്തറിയോ? നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുന്ന ആ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോകണം. നമ്മൾ നടക്കുമ്പോൾ ഓരോ ചുവട് നമ്മൾ അറിയണം. നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസത്തിന്റെ ഗതി നമ്മൾ അറിയണം. അതിന്റെ താളം അറിയണം. ഇതറിയാൻ നമ്മൾ ധ്യാനവും മൈൻഡ്ഫുൾനെസ്സും പ്രാക്ടീസ് ചെയ്യാം. ധ്യാനിക്കാൻ പറ്റുമോ? അതൊരു ചോദ്യമുണ്ട്. ധ്യാനിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പ്രണയം പോലെ, ഉറക്കം പോലെ നടക്കാത്തൊരു പരിപാടിയാണ് ധ്യാനം. ധ്യാനം നടക്കും, നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല. ഉറക്കം നടക്കും, നമുക്ക് ഉറങ്ങാൻ പറ്റും? പറ്റില്ല. നമ്മൾ ഉറങ്ങിപ്പോണം. നമുക്ക് പ്രണയിക്കാൻ പറ്റും? നാളെ രാവിലെ എടുത്തത് ഈ ആളെ കണ്ട് പ്രണയിച്ചോ എന്ന് പറഞ്ഞാൽ പ്രണയിക്കാൻ പറ്റില്ല. പ്രണയം ഉണ്ടാകണം. അതുപോലെ ധ്യാനം എന്ന് പറയുന്നത് സംഭവിക്കേണ്ടതാണ്. അങ്ങനെയുള്ളൊരു ധ്യാനാനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റിയാൽ, അതിനകത്ത് ധ്യാനം എന്ന് പറയുമ്പോൾ കണ്ണടച്ച് ഇങ്ങനെ ഓർമ്മകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ധ്യാനം എന്ന് ധ്യാന ഗുരുക്കന്മാർ പറയുന്നത്. അങ്ങനെ ഒരു ധ്യാനത്തെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. അങ്ങനൊരു അവസ്ഥയില്ല. ലയമാണുള്ളത്. നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? നമ്മളൊരു നല്ലൊരു കുഞ്ഞിനെ കണ്ട് അതിനോട് വാത്സല്യം പെരുമാറുന്ന സമയത്ത് നമുക്ക് എന്താ ഉണ്ടാവുക? 1ാം ക്ലാസ് പഠിപ്പിച്ച മാഷെ നമ്മള് ബസ്സിൽ വെച്ച് കണ്ടിട്ട് ആ പുള്ളിക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരനോട് ഇതെന്റെ മാഷാണെന്ന് പറയുമ്പോഴത്തെ നിർവൃതിയുടെ സമയത്ത് നമുക്ക് എന്താ ഉണ്ടാവുക? അതാണ് ധ്യാനം. അവിടെയാണ് ധ്യാനം സംഭവിക്കുന്നത്. അപ്പൊ അതുപോലൊരു അവസ്ഥയിൽ നമുക്ക് ഈ മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് മടി നമ്മളെ ബാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ ആകുന്ന സമയത്തും നമ്മളെ ബാധിക്കില്ല. ഞാൻ നമ്മുടെ ഈ പറഞ്ഞ പ്രദീപിന് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഈ ഓഫീസിൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ, വിമുഖമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ എന്താ ചെയ്യുക? ഇപ്പൊ ഈ കല്യാണ വീട്ടിൽ പോയിട്ട് വിളമ്പുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. കല്യാണ വീട്ടിൽ പോയി വിളമ്പുന്ന സമയത്ത് ആരാന്റെ സദ്യ, ആരാന്റെ പന്തി, ആരാന്റെ ഇല, ആരാന്റെ മറ്റേ വിഭവങ്ങളൊക്കെ നമ്മള് നാട്ടുനടപ്പിന്റെ ഭാഗമായിട്ട് നാട്ടുകാരനായിട്ട് പോയി ഒന്ന് വിളമ്പാൻ നിന്നു. കൊടുക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും മടിയുണ്ടോ? എന്ത് ഡെഡിക്കേഷൻ ആയിരിക്കും! നമ്മളതെല്ലാം അങ്ങനെ വാരി വിളമ്പുന്നു. കഴിക്കൂ, കുറച്ചുകൂടെ കഴിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അതിനകത്തേക്ക് രമിച്ചു പോയിക്കൊണ്ടിരിക്കും അല്ലെ? ഇത് കഴിഞ്ഞിട്ടോ ആ സമയത്ത് ഒരു ഫോൺ വന്നു, അടുത്തേക്ക് നോയിക്കോട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. സ്വന്തം വീട്ടിലെ സദ്യയാണെങ്കിൽ പോകാൻ പറ്റുമോ? ഒരു ഫോൺ വന്നാൽ പിന്നെ ഫോൺ എടുക്കാന്നായിരിക്കും. കാരണം സദ്യ വിളമ്പി കഴിയണം, ഇത് തീർക്കണം. മറ്റേതിൽ അങ്ങനെയല്ല. ആരാന്റെ സദ്യ വിളമ്പുന്ന സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. നിർത്തണ്ടപ്പോ നിർത്താം, എപ്പോ വേണമെങ്കിൽ നിർത്താം, നമുക്ക് നിർത്തിപ്പോവാം, നമ്മളെ ബാധിക്കില്ല. ഈ ഒരു മാനസികാവസ്ഥയില്ലേ? സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, ഭൂമിയിലേക്ക് നമ്മളെ ഈ പ്രകൃതി ഉരുവാക്കി വിട്ടിട്ടുള്ളത് അവളുടെ ചില ധർമ്മങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ ജോലികൾ ചെയ്യാനായിട്ട് നമ്മളെ നിയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പോകാൻ തോന്നുമ്പോൾ പോവാം, കുഴപ്പമില്ല. ചെയ്യുന്ന സമയത്ത് വൃത്തിയായിട്ട് ചെയ്തുകൂടെ? ആരാന്റെ സദ്യ വിളമ്പുന്നതായിട്ട് വിചാരിച്ചാൽ മതി. അതങ്ങ് ചെയ്യേണ്ട സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യും. അപ്പോ അത് കൃത്യമായിട്ട് നടക്കും. പിന്നെ ഈ ചെയ്യാൻ കഴിയുമെന്നും ഞാൻ ചെയ്തിട്ടുണ്ടെന്നും ഇനി ചെയ്യാനുണ്ടെന്നും ഒക്കെയുള്ള ബോധ്യം നമുക്കുള്ളപ്പോഴാണ് മടിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന് ഒരു നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസുകളിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെ ഒന്ന് കൃതജ്ഞതാപൂർവ്വം എഴുതി വെക്കുക. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റി, നന്നായിട്ട് ചെയ്യാൻ പറ്റി, ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റും, ഇന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്, അതിന് ഇന്ന നിർദ്ധരണികളാണ് ഞാൻ ഉപയോഗിച്ചത്, നിർദ്ധരണി എന്ന് വെച്ചാൽ ആൽഗരിതങ്ങളാണ് ഞാൻ ഉപയോഗിച്ചത്. ഈ വിധത്തിൽ
നമ്മൾ അതിനെ ഒന്ന് ആവിഷ്കരിച്ച് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൈൻഡ് മൂവി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു തിരക്കഥ ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് എഴുതി വെക്കുകയാണ്. ഇപ്പൊ സ്റ്റേജിൽ കയറി വർത്താനം പറയണം. അപ്പൊ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ വസ്ത്രമൊക്കെ ഒന്ന് ഇരയെ കിട്ടതിന് ശേഷം എന്റെ ബട്ടണിൽ സ്ഥിരം പിടിച്ചുകൊണ്ടിരിക്കുന്നു. ടെൻഷൻ ആകുമ്പോൾ ഞാൻ ബട്ടണിൽ പിടിക്കാറുണ്ട്. ആ ബട്ടണിൽ പിടിയൊക്കെ വിട്ടിട്ട് ഞാൻ അവിടെ കയറി ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് എല്ലാവരും നോക്കി ചിരിക്കുന്നു. എന്നിട്ട് എന്റെ കൈകൾ കൊണ്ട് ഞാൻ അവരുടെ നേരെ ഇങ്ങനെ വെച്ചുകൊണ്ട് എല്ലാവരുടെയും നേരെ അഭിമുഖമായി എന്റെ ഊർജ്ജമണ്ഡലത്തെ അവിടേക്ക് ചെലുത്തുന്നു. എന്നിട്ട് എല്ലാത്തിനെയും ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരോട് വർത്തമാനം പറഞ്ഞു തുടങ്ങും എന്ന രീതിയിൽ ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്ത് എഴുതി വെക്കുകയാണെങ്കിൽ, അങ്ങനെ ജേർണൽ ചെയ്യുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്നതിന്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, അതെല്ലാം ചെയ്തപ്പോൾ എനിക്ക് ഇത്രയേറെ കോൺഫിഡൻസ് തോന്നിയിരുന്നു, ഇന്നെ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് ചില വീഴ്ചകൾ വന്നിരുന്നു, പക്ഷെ ഞാൻ അതിന് ഇന്ന പോലെയാണ് തിരുത്താൻ പോകുന്നത്, കുറച്ച് എഴുതി വെക്കുക. ആ എഴുതി വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത തവണ നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആണ്, നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം, കുറച്ചുകൂടെ ഫേസ് ചെയ്യാൻ പാകത്തിൽ നമ്മൾ എക്വിപ്ഡ് ആണ്, നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ തോന്നില്ല. ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലെ ഡോപ്പമിൻ ലെവൽ ഒന്ന് കൂട്ടാൻ, നമ്മുടെ ശരീരത്തിലെ പെയിനൊന്നും ഇല്ലാതെ എൻഡോർഫിന്റെ ലെവലൊക്കെ കൂട്ടാൻ കുറച്ച് ഫിസിക്കൽ എക്സസൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചയോഗ സാധനങ്ങൾ ദിവസവും രാവിലെ ഒന്ന് ഓൺലൈനിൽ ഉണ്ടാവും, അതൊന്ന് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന പലരും അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അത് രാവിലെ ഒരു അരമണിക്കൂർ അത് പ്രാക്ടീസ് ചെയ്യുക. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അനങ്ങും, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഫ്ലോകളും ശരിയായിട്ട് വരും. അങ്ങനെയുള്ള ഫിസിക്കൽ മൂവ്മെന്റ് ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് കൈക്കോട്ട് എടുത്തിട്ട് മണ്ണിലിറങ്ങി കളിച്ചാൽ മതി. അവിടെയുള്ള സൂക്ഷ്മജീവികളുടെ ആ മണ്ഡലത്തെ മുഴുവൻ ഇളക്കിപ്പറിച്ച് കൊലപാതക കൂട്ടം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആകെ വിയർത്ത് കുളിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തും. ഉഗ്ര കർഷകരാണെന്നും വളരെ വലിയ സാത്വികരായിട്ടുള്ള കർഷകരാണെന്നൊക്കെ അഭിമാനിക്കുകയും തലയിൽ തൂവല് വെക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഊർജ്ജത്തെ നിലനിർത്താൻ കഴിയും. ഞാൻ പറഞ്ഞതിന്റെ ആക്ഷേപഹാസ്യം മനസ്സിലാക്കി എടുക്കുക, അല്ലാത്തവരെ തള്ളിക്കളയുക. അടുത്തത് ഈ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു കാര്യമാണ്. പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളൊരു ഒരു യാത്രയ്ക്കാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്, യാത്ര ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ആളുകളോട് ഇടപെടാനാണ് ബുദ്ധിമുട്ടെങ്കിൽ ആളുകളോട് ഇടപെടുക. നിങ്ങൾക്ക് പാചകം ചെയ്യാനാണ് ബുദ്ധിമുട്ടെങ്കിൽ ആ പാചകം ചെയ്യുക. നിങ്ങൾ എന്താണോ ആ സാധനത്തിൽ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക. എല്ലാ ദിവസവും ചെറിയ 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കുറെ നാളൊന്നും ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സ്റ്റാഗ്നേഷനിലെത്തും. അതിനുവരെ എല്ലാ ദിവസവും എന്നെ ഈ പൊതുലോകത്തേക്ക്, എന്നെ മടിയിലേക്ക് നയിക്കുന്നതിൽ നിന്നും വിഭിന്നമാക്കി എന്നെ തുറവിയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന, പ്രവർത്തനങ്ങളുടെ തുറവിയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് എന്നെ ഓപ്പൺ ചെയ്ത് വെക്കുക. ദിവസവും എക്സ്പോസ് ചെയ്യുക. കുറച്ചായിട്ട് ചെറിയ 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 റിസ്കുകൾ എടുക്കുക. ചെറിയ കാര്യങ്ങൾ അല്പമൊക്കെ റിസ്ക് എടുക്കുക. നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്നതായിട്ടില്ലേ, കുട്ടികൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അയ്യോ അത് അവർ വീണു പോകുമോ, പ്രശ്നം ഉണ്ടാവുമോ നമുക്ക് തോന്നും. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല, അവർ എപ്പോഴും റിസ്ക് എടുത്തുകൊണ്ടിരിക്കും. റിസ്ക് എടുക്കാൻ വെച്ചാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവരങ്ങ് എടുക്കും. അങ്ങനെയാണ് അവർ വളരുന്നത്. അതാണ് വളർച്ചയുടെ ഒരു വഴി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നാളെ പാലക്കാടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, 9 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളോട് പറയുക. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഉറപ്പായിട്ടും 8 മണി മുതൽ പറയും, അതെ 9 മണിക്ക് എനിക്ക് പോകേണ്ടതാണ്, കുളിച്ചില്ലല്ലോ, റെഡി ആയില്ലല്ലോ. ഈ സ്വന്തമായി ഭാര്യയുള്ളവരും സ്വന്തമായി അമ്മയുള്ളവർക്കും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. അവർക്ക് കാര്യം അറിയില്ല, അവർ വെറുതെ വിടൂല, അവര് പുറകെന്ന് ഉന്തിത്തള്ളിക്കൊണ്ടിരിക്കും. നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് ചെയ്യാൻ മടിയാണെങ്കിലും നമ്മൾ ഇവരെ അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമായിട്ട്, അക്കൗണ്ടബിലിറ്റിയുടെ പാർട്ണറെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ കൃത്യമായിട്ട് പ്രേരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ആ പ്രേരണയിലൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ തോന്നിയില്ലെങ്കിലും എന്ത് ചെയ്യും എന്ന് കരുതി നമ്മൾ അതങ്ങ് ചെയ്തു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് മടിയെ അതിജീവിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മടി എന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് നൽകിയ സ്വാഭാവികമായ അനുഗ്രഹമാണ്. മടി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ വരുമാനത്തെയോ നിങ്ങളുടെ ദൗത്യങ്ങളെയോ നിങ്ങളുടെ ബന്ധങ്ങളെയോ ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. നിങ്ങളുടെ പ്രവർത്തനക്കുറവ് കൊണ്ട് അത് ലോകത്തിന് എന്തെങ്കിലും ആഘാതം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അതേസമയം മടി കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പുതിയ കൃതങ്ങള്, പുതിയ കർമ്മങ്ങള്, പുതിയ നിർമ്മാണങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ മടി നല്ലതാണ്. പരിസ്ഥിതിക്ക്, പ്രകൃതിക്ക് നിങ്ങളുടെ മടി ഗുണകരമാണ്. അതുകൊണ്ടാണ് പ്രകൃതി മടി എന്നുള്ള ആ ഒരു സാധനത്തെ നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ശല്യമാകാതെ, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ശല്യമാകാതെ അത് സൂക്ഷിക്കണം.
ശല്യമാകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് വരുമാനം മുഴുവൻ നിന്നിരിക്കുകയാണ്, പക്ഷെ ജീവിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ വരുമാനം ഉണ്ടായേ പറ്റൂ, ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഭക്ഷണം കൊടുത്തേ പറ്റൂ, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ മടി മാറ്റപ്പെടേണ്ടതാണ്. അത് ലോകത്തെ അളക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അത് ലോകത്തിന് ബുദ്ധിമുട്ടാണ്, ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടാണ്, അത് വേണ്ട. പകരം നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ചലനങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് വേണം. അപ്പോ ആവശ്യത്തിനുള്ള മടികൾ എന്ന് വെച്ചാൽ ഗുണകരമായിട്ടുള്ള മടികൾ നിലനിൽക്കട്ടെ, ഗുണകരമല്ലാത്ത മടികളാണെങ്കിൽ അവയെ മാറ്റുക, അവയെ മാത്രമേ മാറ്റാവൂ. ലോകം മുഴുവൻ എക്കാലത്തും ചലിച്ചുകൊണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമൊന്നുമല്ല, അത് ചില ലോകത്തെ നിയന്ത്രിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് ഉണ്ടുറങ്ങി പോകാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ മടിയിൽ ഇരിക്കുന്നതാണ് പ്രകൃതിക്ക് നല്ലത്, നിങ്ങൾക്കും നല്ലത്. നിങ്ങൾക്ക് ആ മഹത്തായ യോഗത്തിലാകാനുള്ള വഴിക്കും അതാണ് നല്ലത്. അതല്ല, ഉപജീവനത്തിനാണെങ്കിൽ മടി മാറ്റുക. അതിന് സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഇത്രയാണ് മടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോ പ്രദീപിന് ഈ വിഷയം തന്നതിന് നന്ദി പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങളാവാം. അതുവരേക്കും ഈ അവതരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഹലോ, താങ്കൾ പറഞ്ഞു കേട്ടു. ശ്രദ്ധാപൂർവം ഓരോ വരികളും ശ്രദ്ധിച്ചു. ചിന്തയിൽ നിന്ന് എടുത്തു പറയുന്നു എന്നുള്ളതാണ് താങ്കളുടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത. ബാക്കി എല്ലാവരും എവിടെയൊക്കെ പറഞ്ഞതോ എഴുതി വെച്ചോ നോക്കിയിട്ടൊക്കെ പറഞ്ഞതിന് പകരം മുഴുവൻ താങ്കളുടെ തോട്ട്സ്, അതിൻ്റെ ഒരു വിചാരധാരയാണ്. അതുകൊണ്ട് എല്ലാ വശവും പറയുന്നുണ്ട്. ഇപ്പൊ മടിയുടെ ഗുണവും പറഞ്ഞു, ലോകത്ത് മടി ആവശ്യമാണെന്നും പറഞ്ഞു, മടി ഒഴിവാക്കാൻ വേണ്ടുന്ന എന്താണെന്ന് പറഞ്ഞു. കുളിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് തലയിൽ ഒഴിച്ചതെന്ന് ഇതായിട്ട് പൊരുത്തപ്പെടുന്ന ഉദാഹരണം വളരെ ഭംഗിയായി. താങ്കളുടെ പ്രസംഗം പൊതുവെ നന്നായത് മാത്രം പറയട്ടെ. നമസ്കാരം. നമസ്കാരം ചേട്ടാ. അങ്ങയുടെ സാന്നിധ്യം തന്നെ വളരെ സന്തോഷം ഉണ്ടാക്കുന്നു. ഒരു കിട്ടുമ്പോ ഞാൻ കേട്ടോളാം. ശരി. ആയിക്കോട്ടെ.